പ്രൈസലോട് സ്തോത്രം. ഇവിടെ ഒരു അധ്യായം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 12-ാം സങ്കീർത്തനം. അതിൽ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെയാകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു, ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ലോകത്തിലുള്ളത്. പ്രൈസലാമേ സ്തോത്രം. മറ്റൊരു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, സകലരെയും ഭക്തരായി കൊള്ളുവിൻ, ശിഷ്യന്മാരായി കൊള്ളുവിൻ പഠിപ്പിച്ച്. അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്നവരുണ്ട്. അവർ 3-4 വർഷം പഠിച്ച് ഭാഷയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ഏതെങ്കിലും ഒരു ജോലിക്ക് വിദേശത്തൊക്കെ പോവുക. ഇവിടെ പഠിക്കുമ്പോൾ സുവിശേഷതയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് പറഞ്ഞാൽ പഠിക്കുന്നത്. 4 വർഷം 5 വർഷം 6 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ഭാഷ പരിശീലനത്തിൽ കൂടെയൊക്കെ അവർ മറ്റൊരു തലത്തിൽ പോവുക. ഇപ്പോൾ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പട്ടണത്തിൽ ഒരു ഭക്തനുണ്ടെങ്കിൽ ആ പട്ടണം മൊത്തം നശിപ്പിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. അബ്രഹാമിനോട് ദൈവം ഉടമ്പടിയ വാഗ്ദത്തം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദേശത്തോ രാജ്യത്തോ ഒരു ദൈവഭക്തനുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എന്താ പറയുക, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനൊക്കെ ഒരു മറുപടി നൽകും. അതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് അറിയത്തില്ല. കാരണം അതുകൊണ്ട് വിശ്വസ്തതയില്ല. പലർക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസ്തയോടെ പുലർത്തുവാൻ ആർക്കും താല്പര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഇന്നയാളെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വിവരം പറയുന്നത് മറ്റൊരു പറയണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയും ചെയ്തില്ല, പറയത്തില്ല. ഇത് കാലഘട്ടത്തിൽ വല്ലാത്തൊരു അനുഭവമായി പോകുന്നൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞ് തറയിൽ പോയാൽ പോലും ആരെങ്കിലും കണ്ടാൽ പറയത്തില്ല, നിങ്ങളുടെ ഏതെങ്കിലും തറയിൽ പോയി എടുത്തോ എന്ന് പറയാത്ത ഒരു കാലഘട്ടമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വിവിധ പ്രസ്ഥാനങ്ങളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ദിവസ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. പരസ്പരം പലർക്കും ചിലർക്കൊന്നും പരസ്പരം കണ്ടുകൂടാ. സ്വർഗം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, നരകമൊക്കെ ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. പ്രവർത്തന ശൈലി എന്ന് പറയുമ്പോൾ ബൈബിളിലുള്ളത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായി കാണുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞുള്ള ഒരു വടംവലിയാണ്. അതും സാമ്പത്തികമായ വിഷയത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വേറൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. സ്വതന്ത്രം ഓരോരുത്തർ പക്ഷങ്ങൾ പിടിച്ച് ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പക്ഷത്തേക്കുക. പക്ഷം പിടിക്കുന്ന പ്രവർത്തനങ്ങൾ പൗലൂസിന്റെ കാലഘട്ടത്തിലുമുണ്ട്. പൗലൂസ് ഒരു ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു അഭിഷക്തനാണ്. പക്ഷെ അന്നത്തെ ശിഷ്യന്മാർ പൗലൂസിനെ അംഗീകരിച്ചില്ല. അവരോട് ചേർത്തേന്നുമില്ല, അംഗീകരിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് പൗലൂസ് സ്വന്തമായ ഒരു മിഷണറി യാത്രയായിട്ട് കർത്താവിൻ്റെ ജാതിയുടെ ഇടയിലേക്ക് പോയി പ്രവർത്തിച്ചെന്നുള്ളതാണ്. അപ്പോൾ അന്നു മുതൽ ഇന്നുകൊണ്ട് തമ്മിൽ അംഗീകരിക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. ചില വാസസ്ഥലത്തിൽ പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്നത് പഠിച്ച് സഭാതലത്തിൽ അവർ എന്താ മെമ്പർഷിപ്പ് പാട്ടൊക്കെ കൊടുക്കും. അങ്ങനെ അംഗീകരിച്ച് അവരാ റെക്കോർഡ് ചെയ്യുന്ന പാസ്റ്റർ എന്നുള്ളത്. അല്ലാത്തവർ അംഗീകാരമൊന്നും ഇല്ലാത്തവരൊന്നും പാസ്റ്റർ അല്ലെന്നാണ് അവർ പറയുന്നത്. ലോക ചരിത്രത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആത്മീയാർത്ഥത്തിൽ വെച്ച് മനസ്സിലാകുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് ഒരു പദവി എന്നുള്ളതല്ല. കർത്താവിൻ്റെ വേല ചെയ്യുക. പിന്നെ പാസ്റ്റർ എന്നുള്ളൊരു പദവി കൊടുത്തിരിക്കുക. ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ജോലി എന്ത് ചോദിച്ചാൽ പറയാമല്ലോ പാസ്റ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്തുവാ, ഞാൻ ടീച്ചറാ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്തുവാ വക്കീലാ, അല്ലെങ്കിൽ ഞാൻ ജോലി എന്തുവാ ഡോക്ടറാ എന്ന് പറയുന്നൊരു പദവിയുണ്ട്. അതിന് വേണ്ടിയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ
ആ പോലീസ് അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ആളിനെ വ്യക്തമായി അറിയുന്നതിന് വേണ്ടിയാണ് ഈ പദവി കൊടുത്തിരിക്കുന്നത്. അല്ല അതിനകത്തൊന്നുമില്ല. ജോലി ചെയ്യുക എന്നുള്ളതാണ് പദവി. എന്താണ് ജോലി? അത് ചെയ്യുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് നിൽക്കുന്ന ഒരു വ്യക്തി നീ സുവിശേഷകനാണ്, പാസ്റ്ററാണ്. ആ സുവിശേഷകർ പാസ്റ്ററാണ്. അത് വേറെ ഒന്നിനും പോകുന്നില്ല. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാനാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലും നമുക്ക് അവതരിപ്പിക്കണ്ടേ. വന്നു ചോദിക്കുമ്പോൾ വാസ്തു അല്ല, സുവിശേഷകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലയും. അതുകൊണ്ട് ഒരു പദവി നമുക്കുണ്ട്. ബൈബിളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രിയാണ്. ഡിഗ്രിയെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ലോകത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഇപ്പോൾ പാസ്റ്റർമാർക്ക് വലിയ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം പാസ്റ്റർമാർ കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഈ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് വിഷയം. ഈ ഭക്തന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭക്തൻ ഭക്തന്മാർ പറഞ്ഞു. ഭക്തൻ എന്ന് പറയുമ്പോൾ ദൈവവചനം പാലിച്ച് പോകുന്ന ഒരു വ്യക്തിയെ ഭക്തൻ എന്ന് പറയുന്നത്. രാവിലെ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, വചനം പഠിക്കണം, പ്രസംഗിക്കണം, ക്രിസ്തുവിനെ ആഘോഷിക്കണം. ആ പ്രയാസങ്ങൾ വരുമ്പോൾ സഹിക്കണം. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് ദൈവപ്പെട്ട് ജീവിക്കണം. അതൊക്കെ ഭക്തൻ്റെ ഒരു ഗുണമാണ്. ചില സമയങ്ങളിൽ പലർക്കും അങ്ങനെയൊന്നും പറ്റാത്ത അവസ്ഥകളിൽ, സഹിക്കാനൊന്നും പറ്റാത്ത അവസ്ഥകളിൽ പോകുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വിശ്വാസികൾ തമ്മിൽ കിടന്ന് വഴക്കുണ്ടാകുന്നുണ്ടെന്നറിയും. നുണ പറഞ്ഞ് വഴക്കുണ്ടാകുന്ന വിശ്വാസികളുണ്ട്. സ്തോത്രം. അത് ഒക്കെ എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ലക്ഷണവുമല്ല. പൗലൂസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താൻ ഭക്തനായി വന്നതിന് ശേഷം അനേക കഷ്ടങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കൂടിയും സഭാഭാരം, കള്ളസഹോദരന്മാരുടെ ഭാരം, പട്ടിണി, പൈതാകം, വർഗോളപ്പ്, ഇങ്ങനെ അനേക കഷ്ടത്തിൽ കൂടെയാണ് പൗലൂസ് ഭക്തനായി ജീവിച്ച് മുന്നോട്ട് പോയത്. അവസാനം തനിക്ക് ലഭിച്ച ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ തൻ്റെ തല ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് തല പോയി. സ്തോത്രം. നമ്മൾ ചിന്തിക്കും ഭക്തന്മാരെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു. ഭക്തൻ രസസാക്ഷിയെ തീർന്നു. ദൈവത്തിൻ്റെ ഒരു ഹിതമാണ് ദൈവം അവിടെ നിറവേറ്റി കൊടുത്തത്. അതുകൊണ്ട് തനിക്കുള്ള ആത്മാവ് നിത്യയിലെത്തും. സ്തോത്രം. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി സുവിശേഷ വേലയായിട്ട് വന്ന ഒരാൾ മാത്രമാണ് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരാളാണ് തോമസ് ആർ. ഇന്ത്യയിൽ സുവിശേഷ വേലയായിട്ട് വന്നത്. പിന്നെ അങ്ങനെയാണ് ചില അത്ഭുത അടയാളങ്ങൾ ഈ ഒക്കെ ചെയ്ത് ഇന്ത്യയിൽ പലരായിരുന്ന ആ ഒരു വിശ്വാസത്തിൽ അധീനനായി തീർന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയിൽ ചേർന്ന് അങ്ങനെയാണ് ഇന്ത്യയുടെ സുവിശേഷ പ്രവർത്തനമൊക്കെ വളർന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില ചർച്ചിൻ്റെ പേരിൽ ചില അമേരിക്കയിൽ നിന്ന് ചില കുക്കു സാഹിബ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വന്ന് അവർ ചർച്ചകളുടെ ഒക്കെയുള്ള പ്രവർത്തനങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയും. ചർച്ചയായിട്ട് മിനിസ്റ്ററായിട്ട് ബന്ധിച്ചു. പക്ഷെ അതിന് മുമ്പ് വന്ന ആളെന്ന് പറയുന്നത് ഈ ദൈവമാണ്. ആരാ? തോമസ് ലീഗ എന്നാണ് പറയുന്നത്. സ്തോത്രം. ഒരു ഹല്ലേലൂയ, ഒരു ബ്രാഹ്മണ കുടുംബത്തിനെ കണ്ടു വന്നപ്പോൾ അവർ വെള്ളം കോരി, കുളത്തിൽ നിന്ന് വെള്ളം കോരി മേലോട്ട് ഒഴിച്ചപ്പോൾ അത് നിന്ന്. ആദ്യം അവർ ഉടമ്പടി ചെയ്ത് നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ അത്ഭുതം ചെയ്യാൻ പറഞ്ഞു. വെള്ളം കോരി മേലോട്ട് ഒഴിച്ചപ്പോൾ നിന്ന്. അങ്ങനെ അവർ വിശ്വസിച്ചു ദൈവഭാവത്തിലേക്ക് വന്ന് അങ്ങനെ ഇന്ത്യയിലെ പല സമുദായത്തിൽപ്പെട്ടവരൊക്കെ ദൈവസ്ഥാനത്തിലേക്ക് വന്ന് അങ്ങനെ വിശ്വാസത്തിലായത്. ചിലർ പറയുന്നത് ജാതി പേടിച്ച് അന്നത്തെ ജാതിയിൽ പിന്നോക്കം നിന്നവർ അവർക്ക് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് അവർക്ക് ഭാരമുള്ളത് കൊണ്ട് അവർ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്നവരുമുണ്ട്. അങ്ങനെയൊന്നുമല്ല.
യേശുവിനെ വിശ്വസിക്കുന്നത് പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയല്ല യേശുവിനെ വിശ്വസിച്ചത്. പലരും നല്ലൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയല്ല യേശുവിനെ വിശ്വസിച്ചത്. വിദേശത്ത് പോകുവാനല്ല യേശുവിനെ വിശ്വസിച്ചത്. വളരെ സമൂഹത്തിൽ ക്രിസ്ത്യാനിയായി ജീവിക്കാമല്ലോ എന്ന് ഓർത്ത് യേശുവിനെ വിശ്വസിച്ചവരല്ല. പലരും വിശ്വസിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചെന്നുണ്ട്. കാരണം യേശുവിനെ സ്വന്തം സ്വഭാവം സ്വീകരിച്ചവർ മാനസാന്തരപ്പെട്ടു. അവർ ദൈവമാണെന്ന് അറിഞ്ഞ് അവർ ആദ്യം ജീവിച്ചു. കാരണം പേരെടുക്കാനൊന്നുമല്ല. ഇതൊരു മതമാറ്റമല്ല, ഇതൊരു ആത്മീയ പ്രവർത്തനമാണ്. അപ്പോൾ ഇന്ത്യയിലെ പല സമുദായത്തിൽപ്പെട്ടവരൊക്കെ യേശു ക്രിസ്തുവിനെ സ്വന്തം സ്വഭാവം സ്വീകരിച്ച് അവർ രക്ഷിക്കപ്പെട്ടു. അന്ന് ജീവിച്ചവരൊക്കെ മരിച്ചുപോയി. അതിൻ്റെ തലമുറകളൊക്കെ പിന്നീട് ഇപ്പോഴൊക്കെ നിൽക്കുന്നു എന്നുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വിശ്വസ്തയോടെ ഇന്നും പല അവരുടെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു പല നിലകളിലേക്ക് എത്തിയിട്ടുണ്ട്. പേര് മാറിയത് കൊണ്ടൊന്നും അർത്ഥമില്ല, സമുദായം മാറിയത് കൊണ്ടൊന്നും അർത്ഥമില്ല. കാരണം സമുദായം മാറിയാലും ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്തോത്രം പ്രശ്നങ്ങളാണ്. ജാതിപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സ്വാഭാവികവും നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥ മാറ്റാനല്ല യേശുവിനെ വിശ്വസിച്ചത്. കാരണം പറഞ്ഞാൽ ജാതി എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യൻ സൃഷ്ടിച്ചതെന്ന് പറയുന്ന രണ്ട് ക്രിസ്തുള്ള മനുഷ്യരെയാണ്, ആണും പെണ്ണും. അവർ തന്നെയാണ് ലോകത്ത് തലമുറയായി നടന്നു അവർ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൂഴാനൊന്നുമില്ല. പ്രീസലാമേ സ്തോത്രം. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഇന്നും ഈ സത്യ സുവിശേഷം നിലനിൽക്കുന്നത്. ഇത് നല്ല വാർത്തയെന്ന ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്തയെന്നാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിത്യതയിലേക്കുള്ളതും ആയിരിക്കുന്ന സംഭവങ്ങളായി നടക്കുന്നതൊക്കെ വാർത്തകളാണ്. പറഞ്ഞിരുന്നത് ന്യൂസാണ്. നല്ല വാർത്ത, നല്ല വാർത്ത. നമ്മുടെ TV ചാനലിലും അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ കേൾക്കുന്ന വാർത്ത പോലുള്ള വാർത്തയല്ല. അത് ഈ ലോകം നടക്കുന്ന സംഭവങ്ങൾ അന്നേരം കാണുന്ന, അന്നേരം കേൾക്കുന്ന, വിളിച്ചു പറയുന്നു. ആ വാർത്ത പോലെയല്ല ഇത്. സുവിശേഷ വാർത്ത എന്ന് പറയുന്നത് എന്നേക്കുമായ അത് സംഭവം സത്യമാണ്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. അത് വ്യാജമല്ല, സംഭവമാണ്. അതിനാ നല്ല വാർത്ത എന്ന് പറയുന്നത്. കാരണം നരകമുണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് നല്ല വാർത്ത ഉള്ളതാണ്. ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അത് സ്തോത്രമുള്ള സംഭവ വാർത്തയാണ്. ഹല്ലേലൂയ. രക്ഷയുണ്ട്, നല്ല വാർത്തയാണ്. കഥാവിൽ കൂടെയാണ് നമുക്ക് രക്ഷയുള്ളതെന്നുള്ളത് നല്ല വാർത്തയാണ്. അത് ഒരു നല്ല വാർത്തയാണ്. വാർത്ത കേട്ട് മനസ്സിലാക്കി ദൈവഭാവത്തിൽ വരിക ഒരുപാട് ദൈവം സകല മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൊഫസർ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അപ്പോൾ നാം ദൈവജനത്തിലേക്ക് കടന്നു വരുന്നത് സ്തോത്രം ഒരു പുതിയ മനുഷ്യരെ ക്രിസ്തുവിലേക്ക് വാർത്തെടുക്കുക. അടുത്ത തലമുറയ്ക്ക് ഭക്തന്മാർ ആവശ്യമാണ്. ഭക്തന്മാർ കുറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഭക്തന്മാർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കും, ഈ ഒരു ഭക്തന്മാർ വാർത്തെടുത്തോ ഇപ്പോഴുണ്ടോ, അതോ നീ സ്വന്തമായി തന്നെ ഭക്തനായി ജീവിച്ച് തിന്ന് കുടിച്ച് മരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി? അതുകൊണ്ട് ഭക്തനായി പലരെയും വാർത്തെടുക്കുന്നത് കൊണ്ട് അവരെ യാതൊന്നും നോക്കട്ട, നിറോ മണ്ണോ നോക്കോ ദിവ്യാസവും നോക്കട്ട. ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവഭാഗത്തുണ്ടെങ്കിൽ, തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ അവരെ നിലനിർത്തണം. ഈ പറയുന്നത് ഭക്തന്മാരെ നിലനിർത്തണം. ഇപ്പോൾ ഈ ലോകത്തൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ, ദാസന്മാരെയും ആർക്കും വേണ്ടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലോകത്തായാലും മനുഷ്യരുടെയിലും പല പ്രശ്നങ്ങൾ, നാശകരമായ സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ
പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒരു വിടുതലും ഒക്കെ ഉണ്ടാവും ദൈവസന്നിധിയിൽ. അതിനു വേണ്ടിയാണ് ചില പറയുമല്ലോ, ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന്റെ ദാസന്മാർ ഭക്തന്മാർ പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ സഭാപ്രവർത്തനങ്ങളിലൊക്കെ സഹോദരൻ അവർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി പല പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലെയും ദൈവമാണ്. തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് ദൈവം ചെവി തുറന്നിരിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ചെവി ചായ്ച്ച് കേട്ട് ഉത്തരവാദി. തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ചെവി ചായ്ച്ച് ഉത്തരവാദം. അപ്പോൾ ദൈവം ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ഭക്തന്മാരുടെ വിലയെന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. യേശു ഇനിയും കഴിയുന്നുള്ളതല്ല. ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഭക്തന്മാരുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് വലിയൊരു വിലയുള്ള ഒരു കാര്യമാണ്. ചിലർ വില കുറവായി കാണുന്നെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മയാണ്. സൂത്രം, ഹല്ലേലൂയ, സൂത്രം. അതുകൊണ്ട് നമ്മൾ നേട്ടമെന്ന് പറയുന്നത് ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കും. കേട്ടാ അവിടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പലരെയൊക്കെ പല നിലകളിലേക്ക് എത്തിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടെ. പല മാതാപിതാക്കളും പലരുമൊക്കെ ദൈവസ്നാസമാർത്ഥെന്ന് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് അവർ പ്രാർത്ഥിക്കും. ദൈവം അതിനോട് കൊടുക്കും. ദൈവജനത്തിൽ ഒരു സ്ത്രീ യേശുവിന്റെ അരികിൽ വന്ന് പറഞ്ഞ്, 2 മക്കളുണ്ട്, എനിക്ക് ഒരുത്തിനെ ഇടത്ത് ഒരുത്തിന് വലത്ത് വരുത്താനുള്ള വരം തരണമേ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞ്, ആർക്കും ഒരു കീഴിൽ അവർക്കാണെന്ന് പറഞ്ഞു. ജീവിതത്തിന് മുഖപക്ഷമൊന്നുമില്ല. ചിലർക്ക് ഇങ്ങനെയാണ്. ദേവദാസന്മാർ രഹസ്യമായിട്ട് അടുത്ത് ചെന്നിട്ട് പറയും, എനിക്ക് എൻ്റെ മോനെ നല്ലൊരു പാസ്സാകണം, നല്ലൊരു ദേവദാസനാകണം, നല്ലൊരു പാടാൻ വേറെ പാടാനുള്ള അവസരം കൊടുക്കണം, നിർത്തണം, സഭയിൽ നിർത്തണം എന്ന് പറഞ്ഞവർ പലരെയൊക്കെ ആക്കി നിർത്തി വയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു കണക്കിന് നല്ലത് തന്നെ. പക്ഷേ ദൈവാത്മാവിനാൽ വിളിക്കപ്പെട്ടവരെ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യണം. അപ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്തോത്രം. വചനത്തിന്റെ ആധികാരികതകളൊക്കെ ഇങ്ങനെയാണ്. സ്തോത്രം. ഒരാൾക്ക് ഹല്ലേലൂയ എന്തെങ്കിലും വിടുതൽ അനുഭവം ഉണ്ടാകുമ്പോൾ അവർക്കത് ദൈവസഭയിൽ വലിയൊരു കാര്യമായി മാറും. സ്തോത്രം. പ്രാർത്ഥനയിൽ കൂടെ ഇടിയിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നതാണ്. ദാവീദ് പ്രേക്ഷിതമേ ഒരു ഭക്തനായിരുന്നു. കാരണം തന്നെ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവസ്വപ്നം കേൾക്കുന്നത്. ദൈവം അഭിഷേകം ചെയ്തു. ദൈവം ഇസ്രായേലിന്റെ രാജാവായി, 2ാമത്തെ രാജാവ് അഭിഷേകം ചെയ്ത് ഭരിപ്പാൻ ദൈവം അധികാരം കൊടുത്തു. ഇസ്രായേലിന്റെ ജനത്തെ ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നത് രാജ്യത്വം നയിക്കുന്നതിന് വേണ്ടി ദൈവം ദാവീദിനെ ആക്കിയതാണ്. മാത്രമല്ല ദാവീദ് ഒരു ധൈര്യശാലി കൂടെയാണ്. തന്റെ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടിയിൽ സിംഹം വന്നായിരുന്നു. കരടി സിംഹത്തെ വലിച്ചു കളഞ്ഞു. എന്നിട്ട് ആട്ടിനെ രക്ഷിച്ചു. അപ്പോൾ ദൈവം കണ്ടിരിക്കുന്ന, ദൈവം വേർതിരിച്ച ദാവീദ് ഒരു അഭിഷക്തനായിരുന്നു, ഭക്തനായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായി ഭരിച്ചു. അതിന് മുമ്പ് ഒരു രാജാവുണ്ടായിരുന്നു, ശൗല്. അദ്ദേഹം ദൈവത്തിന്റെ ശക്തി തന്നിൽ നിന്ന് വിട്ടുപോയി. അതിന്റെ ഫലമായി ആ രാജ്യത്തിൽ നശിച്ചുപോയി. ആ രാജ്യത്തിൽ പരാജയം സംഭവിച്ചു. അതുകൊണ്ട് ദാവീദിന്റെ രാജ്യത്തിലേക്ക് ഇസ്രായേൽ ജനം ഭരിപ്പാൻ ദൈവം അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷേക തൈലമാണ്
രാജ്യത്തെ നിലനിർത്തുന്നത് അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. അഭിഷേകം ദാവീദിന് വേണ്ടി അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം ഇന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നൽകുവാനായിട്ട് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനത്തിൽ വിജയം. ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച അഭിഷേകം ഉണ്ടെങ്കിൽ വിജയകരമായ നമ്മെ മുന്നോട്ട് നടത്തുവാൻ വലിയായ ദൈവമാണ്. അഭിഷേക തൈലം, അഭിഷേക തലത്തിലേക്ക് നാം നീങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അഭിഷേകത്താൽ പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകം ഉള്ള വ്യക്തി പ്രസംഗിക്കുമ്പോൾ, അഭിഷേകമുള്ള വ്യക്തി ആരാധിക്കുമ്പോൾ, അഭിഷേകമുള്ള വ്യക്തി ദൈവസ്ഥാനത്തേക്ക് വരുമ്പോൾ, ദൈവഭാവത്തിലേക്ക് ഉൾപ്പെടുമ്പോൾ ദൈവം അവന് വലിയ വിടുതൽ നൽകുവാനായിട്ട് നാം നിൽക്കുന്നതൊക്കെ ദൈവത്തിന്റെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നാം നമുക്ക് ജീവനോട് നിൽക്കുന്നത്. കാരണം നമ്മുടെ ബലമല്ല, എന്നെയും നിങ്ങളെയൊക്കെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഒക്കെ ഓർത്ത് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നില്ല. നമ്മുടെ സ്വന്തം ബലം കൊണ്ടൊന്നുമല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഭക്ഷണത്തിന്റെ ബലം കൊണ്ടാ, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ബലം കൊണ്ടാകുക ഒന്നുമല്ല. എന്നെ നശിച്ച് 100 ഭൂമിയിൽ മാറ്റപ്പെട്ടു പോകേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നവരോടുകൊണ്ട് നാം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ചങ്ങലയാണ്. പ്രാർത്ഥനയിൽക്കുള്ളതായ വിടുതലാണ് നമുക്കുള്ളത്. പ്രാർത്ഥനയിൽ വഴികൾ തുറക്കും, പ്രാർത്ഥനയിൽ നിലനിൽക്കും, പ്രാർത്ഥനയിൽ നിലനിൽക്കുള്ളൂ. പ്രാർത്ഥനയിൽ നമുക്ക് പരാജയമേ സംഭവിക്കും. ദൈവത്തിന്റെ കൃപ നമ്മളോടുകൊണ്ട് നാം നിലനിൽക്കും. ശത്രുവായ പിശാച് പ്രേക്ഷിച്ചോ നാം തകർന്നു പോകാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ദൈവഭാവത്തെ നയിക്കുന്ന ഒരു വ്യക്തിയോട് ആ പിശാചിന് പോരാട്ടോട് അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടപ്പെടില്ല. പിശാചിന്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ തകർക്കുക, ഇല്ലായ്മയാക്കുക, നശിപ്പിക്കുക, ലോകത്തിൽ നിന്ന് എടുത്തു കളയുക. പിശാച് അവന്റെ പദ്ധതികൾ എടുക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മോട് പ്രാർത്ഥിക്കുന്ന പലരും ഉള്ളതുകൊണ്ട് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് എത്ര ശ്രദ്ധിച്ചാൽ നൽകില്ല. പ്രാർത്ഥന കേൾക്കുന്നതിനുള്ളിൽ സകല ജനവും സന്നിധിയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെയാണ്. നാം മുട്ടുമ്പോൾ പ്രാർത്ഥിക്കുക. ഇന്ന് പലർക്കും പ്രാർത്ഥന കുറവാണ്. പ്രാർത്ഥിക്കാനുള്ള സമയം പലർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന നാം കണ്ടെത്തി നമ്മൾ ജീവിക്കണം. മാത്രമേ ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ ഒക്കെയും പ്രാർത്ഥനയിൽ കൂടെ ദൈവം തുറന്നു തരും. ഞാൻ ഒരു സന്ദേശം പറയട്ടെ. ഇബ്രാഹിം പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. പത്രോസ് സ്വയമേ പുറത്തു വന്ന് തന്നെ പൂട്ടിയിട്ടിരിക്കുന്നത് റോമാ ഗവൺമെന്റിന്റെ കാരാഗൃഹത്തിലാണ്. പുറത്തു വരാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തി ഉള്ളതുകൊണ്ട് പുറത്തു വന്നു. അതൊരു സ്വപ്നം പോലെ കാണുന്നതായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായ ദൈവമാണ് എന്നെ പുറത്തു വന്നത്. അങ്ങനെ ഈ പത്രോസിന് വേണ്ടി സഭ ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വിടുവിക്കപ്പെട്ടത്. ശ്രദ്ധയോടുള്ള പ്രാർത്ഥന പ്രൈസലാമേ അത് ഫലിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വന്നത്. യാതൊരു സംശയവും. എവിടെ ആയിരുന്നാലും ദിവസങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഷ്ടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കും.
ദുർബലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക, വിഷമതകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക. ഒരു സ്നേഹിതരൊക്കെ പക്ഷേ കണ്ടില്ലെങ്കിലും അവർ ഓർത്തില്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് ജെറുസലേമേ ഹല്ലേലൂയ സ്തോത്രം 6-8 സഹോദരന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 30 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, അവിടെ ഒരു ഓഹരി, ഇത്തിരിയുടെ ഓഹരി പലർക്കും എല്ലാവർക്കും ഉള്ള ഓഹരിയാണ്. പക്ഷെ അത് കയ്യൂക്കുള്ളവർ മുതലാക്കിക്കൊണ്ട് 1-2 സഹോദരന്മാരുണ്ട് അവരെ ഇറക്കി വിട്ട് അത് മറ്റൊരു സാഹചര്യങ്ങളിൽ കൂടി പറഞ്ഞു തള്ളുന്ന ഒരു അനുഭവം. അതൊരു വലിയ മനോവേദനയാണ്. കാരണം അവകാശികൾ അവിടെ താമസിക്കുന്നില്ല, അവർക്ക് അതിൻ്റെ അവകാശമാണ്. അത് അതിൽ ഒരാൾ അവകാശം എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റാണ്. അതിൻ്റെ അനുഭവം ഇപ്പോഴെല്ലാം അനുഭവിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഓഹരി അത് കൊടുത്താൽ അതിന് ശാന്തത ഉണ്ടാവും. അതിനെ പിടിച്ചു വെച്ച് അതിന് സപ്പോർട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാവും. ജെറുസലേമേ സ്തോത്രം. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സഹോദരങ്ങൾ, രക്തത്തിലുള്ള സഹോദരങ്ങൾ പോലും വിഷയങ്ങൾ മറന്ന് ജീവിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ബന്ധുക്കോസ് സമൂഹത്തിൽ വന്നിരിക്കുന്ന സഹോദരന്മാരുടെ അവസ്ഥയാണ് പരസ്പരം ആ സഹോദരൻ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ അറിയാം. ഇതിൻ്റെ ആത്മാവ് സ്തോത്രം ഹല്ലേലൂയ എല്ലാവരെയും സ്നേഹിക്കുകയും പരസ്പരം ഓർക്കുകയും ഹല്ലേലൂയ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്നേഹത്തിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അനുഭവിക്കാൻ സഹായിക്കും. നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾക്ക് ദൈവം വഴികൾ തുറന്നു തരും. നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ദൈവം നമുക്ക് തുറന്നു തരും. കാരണം ഈ ലോകം മരണത്തിലേക്കാണ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജി നമ്മെ മരണത്തിലേക്ക് എത്തിക്കാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലേക്ക് വരാൻ വിശ്വാസം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവരവർ തന്നെ തീരുമാനിക്കുക. ഹല്ലേലൂയ ജീവനിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ല അഗ്നിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത്രത്തോളം നാം പോരാടി ജീവിച്ചെങ്കിലും പറ്റില്ല. നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് വലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിനുവേണ്ടി പോരാടി പ്രാർത്ഥിച്ച് നിൽക്കണം. ദിവസം വിദ്യയിലേക്ക് ദേശത്തിലൂടെ ചെയ്തു. സ്വർഗം എൻ്റെ സുഖാസനം, ഭൂമി എൻ്റെ പാതകളും. പാതകത്തിലിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള വലിയ കാര്യം. അതുകൊണ്ട് നമുക്ക് നാശനമായ ലോകത്തിൽ നിത്യതയുണ്ടോ, അതിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പലതും ലോകത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദാസന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശ്വാസികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവപ്രവൃത്തിയുള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില കൊടുത്തു അടുത്താണ് ജെറുസലേമിൽ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരുമൊക്കെ ദൈവഭാഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് മനുഷ്യ മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ, അവരെ സുബോധം കൊടുത്ത് ദൈവാത്മാവിൽ വളർത്തുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായി തീരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കരുതൽ, യേശുവിൻ്റെ വിടുതൽ, യേശുവിൻ്റെ ഹല്ലേലൂയ വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ആയിരിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, വാഴ്ത്തുന്ന സ്തുതിയും സ്തോത്രവും വേദന കേട്ട എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീർക്കാൻ വഴിയൊരുക്കുന്നു. സാഹചര്യം നടത്തുന്നതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കടമ
യേശു കൃതനാമത്തിൽ പ്രാർത്ഥനകൾക്ക് മാതാവിനെ ശ്രമിക്കുന്നത് കൂടാതെ ഈ വരങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു.